ഹലോ ഗേൾസ്, ഞാൻ ഇന്ന് പറയാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. സ്കിൻ വൈറ്റനിങ്. അതിപ്പം ഗേൾസ് അല്ല, ബോയ്സ് അല്ല, ആർക്കായാലും അവരവരുടെ സ്കിൻ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. നമുക്കിപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് ഫെയർനെസ് ക്രീമും സ്കിൻ ബ്രൈറ്റനിങ് ക്രീമും അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ക്രീംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ അതിനേക്കാളെല്ലാം കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 ഹോം റെമഡീസ് ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതാണ് പറഞ്ഞു തരാൻ പോകും. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഹോം റെമഡീസ് എന്ന്. ഞാനപ്പോൾ ഫസ്റ്റ് പറയാൻ പോണത് ഓറഞ്ചിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഓറഞ്ച് ഇപ്പം എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ലെമൺ എടുത്താലും മതി. ഞാനിപ്പോൾ കാണിക്കാൻ പോണത് ലെമണാണ്. ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഭാഗം കൊണ്ട് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കണ്ടിന്യൂ ആയിട്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ ഒരു വീക്കിലി നിങ്ങൾക്കൊരു 2 ടൈംസ് ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് ഹണിയാണ്. ഹണി ഒരു സ്കിൻ ബ്രൈറ്റ്നർ മാത്രമല്ല, നല്ലൊരു ക്ലെൻസറും കൂടിയാണ്. നമ്മുടെ ഈ ഫേസിനകത്തുള്ള ഇങ്ങനെ പൊടിയും അല്ലെങ്കിൽ ഡെഡ് സ്കിന്നും ഒക്കെ നമ്മൾ ഹണി യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാറും. ഹണി ഇതുപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിലി ഒരു 2-3 ടൈംസ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഹണി ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അത് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കിയാണ്. പേഴ്സണലി എനിക്കും ഹണി ഫേസിൽ യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല. കാരണം എനിക്കെന്തോ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഹണി യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ പറയാൻ പോണത് നല്ലൊരു ബ്രൈറ്റ്നറാണ് കടലമാവ്. ഇതാണ് കടലമാവ്. ഇപ്പം നിങ്ങൾക്ക് കടലമാവ് മാത്രമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾ കുറച്ചും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് തൈരോ അല്ലെങ്കിൽ പാലോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഓയിലി സ്കിന്നാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് തക്കാളിയുടെ നീര് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതൊന്നുമല്ല, നോർമലോ അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്കിന്നോ ഉള്ളവർക്കാണെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ അത് യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിക്കഴിയും. അപ്പോൾ ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു വീക്കിലി ഒരു 2-3 ടൈംസ് ചെയ്യാം. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അടുത്തതായിട്ടുള്ളതാണ് മഞ്ഞൾ. നാട്ടിൽ ഓൾമോസ്റ്റ് പണ്ട് തൊട്ടേ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് മഞ്ഞൾ. എന്നാലും ഇപ്പോഴത്തുള്ള ജനറേഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിലും മടിയോ അല്ലെങ്കിൽ ക്രീംസ് കുറച്ച് ഓവറായിട്ട് യൂസ് ചെയ്തതുകൊണ്ടോ മഞ്ഞൾ അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് മഞ്ഞൾ. അത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണിത്. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് പൗഡറായിട്ട് കിട്ടും, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉരച്ചിട്ട് അത് എടുക്കാൻ പറ്റും. ഏത് രീതിയിലായാലും യൂസ് ചെയ്യാൻ പ്രോബ്ലം ഇല്ല. ഇത് ഫേസിൽ യൂസ് ചെയ്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി 5ാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നതാണ് ഓട്സ്. ഓട്സ് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഫേസിൽ യൂസ് ചെയ്താലും പെട്ടെന്ന് നമുക്കൊരു മാറ്റം കിട്ടും. ഇപ്പം നല്ല ഒരു ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഓട്സ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് ചെറിയൊരു ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഇപ്പം അതല്ല, ഒരു ഡ്രൈ സ്കിന്നാണെങ്കിൽ പാലിനകത്ത് ഇതുപോലെ ചെറുതായിട്ട് കുതിർത്തിട്ട് ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. നോർമൽ സ്കിന്നാണെങ്കിലും വാട്ടർ ആയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. കുറേ പേര് ഇപ്പോൾ ഈ പൊട്ടറ്റോ കൊണ്ട് റബ്ബ് ചെയ്യുന്നതും അല്ലെങ്കിൽ അരിമാവ് കൊണ്ട് ഫേസ് മാസ്ക് ഇടുന്നതോ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്, എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ദ വീഡിയോ.